നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ പകച്ചു നിൽക്കുന്ന ഇറാന് അപ്രതീക്ഷിത ആഘാതമായി ഭൂകമ്പം. ഒക്ടോബർ 5-നാണ് ഇറാനിൽ ഭൂകമ്പം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം രാവിലെ 10:45 സെംനാൻ പ്രവിശ്യയിലെ അരാദാൻ കൗണ്ടിലാണ് ഉണ്ടായത്. ആണവ പരീക്ഷണം നടത്തിയതിന്റെ സൂചനയാണോ ഈ ഭൂകമ്പം എന്നതാണ് ഇപ്പോൾ ഭയത്തിലാഴ്ത്തുന്നത്. 12 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് ടെഹ്റാൻ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോഫിസിക്സ് വ്യക്തമാക്കുന്നു. ഒക്ടോബർ 1-ന് 180 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടിരുന്നു. ഇസ്രായേലിന് നേരെയുള്ള ഏറ്റവും വലിയ നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഇതെന്നാണ് വിലയിരുത്തൽ. ഇതിന് മറുപടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതോടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും ലക്ഷ്യമിട്ട് വൻ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ നീക്കമെന്ന റിപ്പോർട്ടുകൾ. മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റും ഇറാനെതിരായ നിർണായക നടപടിക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതിനിടെ കാർഗ് ദ്വീപ് പൂർണ്ണമായി ശൂന്യമായി. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബിടാനുള്ള സാധ്യതയെക്കുറിച്ച് US ചർച്ച ചെയ്യുകയാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യാഴാഴ്ച പറഞ്ഞു. ആഴ്ചയുടെ തുടക്കത്തിൽ ഇസ്രായേലിന് നേരെ 200ഓളം റോക്കറ്റുകൾ തൊടുത്തുവിട്ടതിന്റെ പ്രതികരണമായാണ് ഇത് വരുന്നത്. ഇതോടെ നാഷണൽ ഇറാനിയൻ ടാങ്കർ കമ്പനി ഇസ്രായേലിന്റെ ആസന്നമായ ആക്രമണത്തെ ഭയന്ന് അവരുടെ ശൂന്യമായ വെരിലാജ് ക്രൂഡ് കാരിയർ സൂപ്പർ ടാങ്കറുകൾ ഇറാനിലെ ഏറ്റവും വലിയ ടെർമിനലായ കാർഗ് ദ്വീപിൽ നിന്ന് ബുധനാഴ്ച നീക്കിയിരുന്നു. ക്രൂഡ് ഓയിൽ ലോഡിംഗ് തുടരുമ്പോൾ കാർഗ് ദ്വീപിലെ നങ്കൂരമിട്ട് അധികമായി ഒഴിഞ്ഞുകിടക്കുന്ന എല്ലാ ഷിപ്പിംഗ് ശേഷിയും നീക്കം ചെയ്തു. 2018-ൽ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ഇത്തരമൊരു പ്രവർത്തനത്തിന്റെ ആദ്യ ഉദാഹരണമാണിതെന്ന് ടാങ്കർ ട്രാക്കേഴ്സ് അഭിപ്രായപ്പെട്ടു. ഈ നിരീക്ഷണത്തെ പിന്തുണച്ച് ഓപ്പൺ സോഴ്സ് അന്വേഷണ ഏജൻസിയായ ഹണ്ടർ ബ്രൂക്ക് കഴിഞ്ഞ നവംബർ മുതൽ 105 സാറ്റലൈറ്റ് പാസുകൾ വിശകലനം ചെയ്തു. ഇത് ആദ്യമായിട്ടാണ് നങ്കൂരമിട്ടത് പൂർണ്ണമായും ശൂന്യമാകുന്നത് എന്ന് സ്ഥിരീകരിച്ചു. ഇറാനിൽ നിന്ന് 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ അയച്ച ദിവസം കാർഗ് ദ്വീപിൽ 10ഓളം എണ്ണ ടാങ്കറുകൾ എണ്ണ നിറയ്ക്കാൻ കാത്തുകിടന്നിരുന്നു എന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ പറയുന്നു. എന്നാൽ ഇപ്പോൾ ഒരെണ്ണം പോലും കാണാനില്ല. ഇറാൻ സാധ്യതയുള്ള സ്ട്രൈക്ക് ഭീഷണിയെ ഗൗരവമായി എടുക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഇറാനിയൻ ടാങ്കറുകൾ അവരുടെ ഒഴിഞ്ഞുമാറൽ തന്ത്രങ്ങൾക്ക് പേരുകേട്ടതാണ്. പലപ്പോഴും അവരുടെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്യുകയും അവരുടെ ചലനങ്ങൾ മറയ്ക്കാനും US ഉപരോധം ഒഴിവാക്കാനും ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നു. എന്നിരുന്നാലും നിലവിലെ സാഹചര്യം ഈ സാധാരണ കുതന്ത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നു. ഇത് ഉയർന്ന തലത്തിലുള്ള ഭീഷണിയെ സൂചിപ്പിക്കുന്നു. ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ തീരത്ത് നിന്ന് 15 മൈൽ അകലെ കാർഗ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന കാർഗ് ടെർമിനൽ ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്നു. പൈപ്പ് ലൈൻ വഴിയാണ് ദ്വീപിലേക്ക് എണ്ണ കടത്തുന്നത്. ചരിത്രപരമായി കാർഗ് ദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫ് ഷോർ ക്രൂഡ് ഓയിൽ ടെർമിനലാണ്. ഇവിടെ ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് കാർഗ് ദ്വീപ് ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ഇസ്രായേലിന്റെ ലക്ഷ്യമായി പരക്കെ കണക്കാക്കപ്പെടുന്നു. പേർഷ്യൻ ഗൾഫിലെ ഈ ടെർമിനൽ ലക്ഷ്യമിടുന്നത് ഇറാന്റെ എണ്ണ വരുമാനം തകർക്കാനാണ്. അത്തരമൊരു ആക്രമണം ഹ്രസ്വകാല ക്രൂഡ് വിലയിൽ ഏകദേശം 5% വർധനവിന് കാരണമാകും. കാരണം ഇത് വ്യാപകമായ അന്താരാഷ്ട്ര തടസ്സത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയിലേക്കുള്ള ഇറാന്റെ കയറ്റുമതിയെ ഇത് ബാധിക്കും. ഒപെക്കിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 3ാമത്തെ വലിയ രാജ്യമെന്ന നിലയിൽ നിലവിലുള്ള ഉപരോധങ്ങളിൽ നിന്ന് ഇതിനകം തന്നെ ബുദ്ധിമുട്ട് നേരിടുന്ന സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കാൻ ഇറാൻ എണ്ണവാതക കയറ്റുമതിയെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. കാർഗ് ദ്വീപ് എണ്ണ കയറ്റുമതി ടെർമിനലിനെതിരെ ഇസ്രായേലും US-ഉം തിരിച്ചടിച്ചാൽ സൗദി അറേബ്യയുടെ റാസ് തനൂറ എണ്ണ കയറ്റുമതി ടെർമിനലിനെ ലക്ഷ്യം വയ്ക്കുമെന്ന് ടെഹ്റാൻ മറുപടിയായി പറഞ്ഞു. ഇത്തരമൊരു വർധനവ് കൂടുതൽ രാജ്യങ്ങളെ സംഘർഷത്തിലേക്ക് നയിക്കാനും മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്താനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.